നീണ്ടൂർ പഞ്ചായത്തിലെ വടക്കേ താഴെക്കുഴിത്തോട്ടിൽ പായലും പോളയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചത് സമീപവാസികളെ ദുരിതത്തിലാക്കുന്നു. 200 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന വടക്കേ താഴത്തെക്കുഴി പാടശേഖരത്തോട് ചേർന്ന് ഒഴുകുന്ന തോടാണിത്. അതിരമ്പുഴ, കുമരകം, മാന്നാനം എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന തോട്ടിൽ പായൽ നിറഞ്ഞ് ഒഴുക്ക് നിലച്ചിട്ട് വർഷത്തിലേറെയായി. പാടശേഖരത്തിലേക്കുള്ള നെൽവിത്തുകളും വള്ളങ്ങളും ഈ തോട്ടിലൂടെയാണ് എത്തിക്കുന്നത്. പായൽ നിറഞ്ഞതോടെ കർഷകർ ആകെ ദുരിതത്തിലാണ്. കൈപ്പുഴക്കരി, മാന്നാനം, കുമരകം എന്നിവിടങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന തോടാണ് ഇപ്പോൾ പായൽ നിറഞ്ഞ് ബോട്ട് സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. തോട്ടിൽ മാലിന്യങ്ങൾ നിറഞ്ഞത് മൂലം പരിസരത്തുള്ള കിണറുകളിലെയും വെള്ളം ഉപയോഗശൂന്യമാവുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോട്ടയം വെച്ചൂർ മിനി ഹൈവേയോട് ചേർന്നുള്ള ആമ്പൽപ്പൂക്കൾ നിറഞ്ഞ പാടശേഖരം ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ്. പായലും പോളകളും നീക്കം ചെയ്ത് വൃത്തിയാക്കിയാൽ സഞ്ചാരികളെയും ആകർഷിക്കാൻ കഴിയും. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഉൾപ്പെട്ട നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ തോടും പാടശേഖരവും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം വരുന്നത്. ആർപ്പുക്കര പഞ്ചായത്ത്, അതിരമ്പുഴ പഞ്ചായത്ത്, നീണ്ടൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഇതേ പ്രശ്നം നിലവിലുണ്ടെന്നും ഒരുമിച്ച് പോളകൾ നീക്കം ചെയ്താലേ പരിഹാരമാകുമെന്നും നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സബിത ജോമൻ പറഞ്ഞു. ഇക്കാര്യം ജലവിഭവ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നീണ്ടൂർ പഞ്ചായത്ത് മാത്രമല്ല, ആർപ്പുക്കര പഞ്ചായത്ത്, അതിരമ്പുഴ പഞ്ചായത്ത് എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്നലെ ഇതുപോലെ ഒരു മീറ്റിംഗ് വെച്ചപ്പം ആ കർഷകർ പറയുണ്ടായി, പോളം അടിഞ്ഞിട്ട് അവർക്ക് വള്ളം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവർ കൊയ്ത്ത് നടത്തി കഴിഞ്ഞാൽ അവർക്ക് നെല്ല് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ദുർഘടമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാക്സിമം വെക്കാവുന്ന ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്താൽ പോലും ആ പ്രശ്നം തീരുന്നില്ല. കാരണം ഇത് നീണ്ടൂർ പഞ്ചായത്ത് മാത്രമല്ല, അതിരമ്പുഴ, ആർപ്പുക്കരയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പം എല്ലായിടത്തും സംയോജിതമായിട്ട് ക്ലെയിം ചെയ്ത് വന്നെങ്കിലേ ഉള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ അത് അറിയാവുന്നത് കൊണ്ട് അതിന് നമ്മുടെ മോൻസ് മന്ത്രിക്ക് നമ്മൾ അതിന് ഒരു നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്. പുള്ളി അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. വേണ്ട ഫണ്ട് വെച്ചേക്കാമെന്ന്